ആളില്ലാത്ത കടയെന്നാണ് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത. ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ധാരാളമുണ്ട്. എക്സസ് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ തന്നെ ഇപ്പം ധാരാളം വീട്ടമ്മമാർ ദേ ആർ കമ്മിങ്. ഭയങ്കര ഞങ്ങൾ വിചാരിക്കാത്തൊരു സർപ്രൈസാണ്. നമ്മളിതിനെക്കുറിച്ച് ബോധമുള്ള ആക്ച്വലി ചിന്തിക്കുന്ന ഇതെല്ലാം നമ്മുടെ സാധനമാണ്, ഇതാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടോ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരും അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് പോകത്തുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. നമ്മുടെ വീട്ടിലെ ഹോംലി ആയിട്ടുള്ള എന്ത് സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവെക്കാം. സംരംഭത്തിന്റെ പേര് കൃഷിയിടം. നമസ്കാരം. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട്. കോട്ടയം തോട്ടയ്ക്കാടുള്ള ചുണ്ടമണ്ണിപ്പടിയിലെ ഒരു കടയിലെത്തിയാൽ ഇത് വെറും പരസ്യവാചകം മാത്രമല്ല, അവരത് പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏതാനും വീട്ടമ്മമാർ ചേർന്ന് കൃഷിയിടം എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും കാർഷിക ഉൽപ്പന്നങ്ങളുമൊക്കെ ഇവിടെ ലഭിക്കും. ആളില്ലാത്ത കടയെന്നാണ് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സാധനമെടുക്കാം, ആവശ്യമുള്ള പണം നൽകി മടങ്ങുകയും ചെയ്യാം. ചക്കയും മാങ്ങയും പഴവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരായ വീട്ടമ്മമാരെ നമുക്ക് പരിചയപ്പെടാം. ആളില്ല കട ഈ സംരംഭം ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതാണ്ടിയാണോ? ആശയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തോന്നിയതാണ്. ഞങ്ങൾ രണ്ടുപേരും വലിയ ക്ലോസ്. അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒരുപാട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനൊരു ജോണി തന്നെ എന്നോട് ഇത് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാൽ ഉടനെ ആദ്യമൊന്നും മന്ദഗതിയിലായി. അത് പറയുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മഴക്കാലം കഴിഞ്ഞ കാരണം എല്ലാം അങ്ങ് നിന്നുപോയി. അത് കാരണം ഉള്ള ഒരു, പക്ഷേ നാട്ടുകാരതിനെ അങ്ങ് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. രാവിലെ ഇനി വരുവാ ഇഷ്ടം പോലെ സാധനം. ഓപ്പൺ ചെയ്യും 6:30 എല്ലാവരും. എന്തൊക്കെയാണുള്ളത്? ഈ ഉള്ള പച്ചക്കറി, നമ്മുടെ നാടൻ പച്ചക്കറി, കപ്പളം, കുമ്പളം, ചേനപ്പിണ്ടി, വാഴപ്പിണ്ടി, ഇതൊക്കെ ഉള്ളു ഇപ്പം ഇവിടെ. ചീര, ചെറിയ ഐറ്റംസ് ഒക്കെ. പിന്നെ പാലുണ്ടാവും, പാല്, മുട്ട, ഇതൊക്കെ ഇവിടെ. അച്ചാറുകള്, പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള രാവിലെ കേക്കുകളുണ്ട്, ചപ്പാത്തി, അല്ലെങ്കിൽ ഈ പിന്നെ കോഴിക്കട്ട, പിന്നെ പട്ടയപ്പം, ഇങ്ങനെയുള്ള രാവിലെ മോർണിംഗ് ഹോംലി. അപ്പോൾ അവരവരുടെ വീട്ടിലുണ്ടാക്കുമ്പം അവരവർക്ക് ഇവിടെ വരാൻ പറ്റും. ഇതിനകത്ത് ഞാൻ കണ്ടത് വലിയൊരു വ്യത്യസ്തമായ ആശയം എന്ന് വെച്ചാൽ, ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ധാരാളമുണ്ട്. എക്സസ് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട്, കാരണം ലാസ്റ്റ് മന്ത് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഒരു 2.5-3 ടൺ മാംഗോസ്റ്റിൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾ ഇതെല്ലാം ഇത് വെറുതെ വേസ്റ്റായി പോവുക. ഇപ്പം ധാരാളം ഈ റംബൂട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുമല്ലോ. ഇങ്ങനെ ധാരാളം ഫ്രൂട്ട്സ്, ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പയ, അല്ലെങ്കിൽ മാംഗോയെ, ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം വേസ്റ്റായി പോവുക. അപ്പോൾ ജെനുവിൻ ഒരു ഫ്രൂട്ട് കഴിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഫുഡ് മാർക്കറ്റിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇത് നാടനായി കഴിയുമ്പോൾ, നാടൻ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഹെൽത്തി ഒരു സംഭവമാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ പറയാതെ തന്നെ, ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ, ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ തന്നെ ഇപ്പം ധാരാളം വീട്ടമ്മമാർ ദേ ആർ കമ്മിങ്. ഭയങ്കര ഞങ്ങൾ വിചാരിക്കാത്തൊരു സർപ്രൈസാണ്. ഇത്രയും ഇതൊരു ഡിമാൻഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ നാട്ടിൽ ആക്ച്വലി ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പോലും പല ആൾക്കാരുമായിട്ടുള്ളവർ അടുത്ത് അറിയത്തില്ലായിരുന്നു. ഇതൊരു കൂട്ടായ്മ ഫോം ചെയ്തു. നോർമലി നാട്ടിൽ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സെക്ട് വെച്ചായിരിക്കും, ഏജ് വെച്ചോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരുടെ ആവശ്യമാണ് പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പോൾ താഴത്തെ വീട്ടിൽ നിന്ന് ഒരു പണം കൊടുത്തൊരു സാധനം മേടിക്കാൻ പറ്റത്തില്ല അയലോക്കത്തുനിന്ന്. ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് വേണമെങ്കിലും പണം കൊടുത്ത് ഏത് വീട്ടിൽ നിന്ന് സാധനം മേടിക്കുക. അല്ലെങ്കിൽ നമ്മൾ പോയി ചോദിക്കുക, അവർ പണം മേടിക്കത്തില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ ചോദിച്ചാൽ, അല്ലെ ഈ എലിക്കുട്ടാൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ എങ്ങനെ പണം മേടിക്കുന്നത് ഞാൻ ചോദിച്ചാൽ, ഇപ്പോൾ കുറച്ചൊരു ഇഞ്ചി വേണം, അല്ലെ കാച്ചിക്ക വേണം, അല്ലെ ചക്ക വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ക്യാഷ് കൊടുക്കും? എലിക്കുട്ടി അവൻ വേണ്ടാന്ന് പറയും. പക്ഷെ ഇവിടുത്തെ വലിയൊരു ഫ്രീഡം എന്നാന്ന് വെച്ചാൽ, ലില്ലിക്കുട്ടിക്കാണ്ടി എന്ത് സാധനം ഇവിടെ കൊണ്ടുപോക്കാം, എനിക്കത് അറിയേണ്ട കാര്യമില്ല, ആളില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ സാധനത്തിന് എടുത്തുകൊണ്ട് പോകാം. എനിക്കും തിരിച്ച് ലില്ലിക്കുട്ടിയാണ്ടിക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ആർക്ക് വേണം എന്ത് വേണം എടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഓപ്പണപ്പായി, ഇത് വലിയൊരു സാധ്യതയാണ്. ഇതിൻ്റെ രണ്ടാമത്, സിമ്പിൾ ഒരു കൂട്ടായ്മ ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് അവരവർ ഇഷ്ടമാക്കുന്ന
വില തീരുമാനിക്കുക. ഞങ്ങൾ വില പറയുന്നില്ല. അവരവരുടെ ലേബിൾ ആരാ സാധനം കൊണ്ട് വെച്ചത് അവരവിടെ കൊണ്ടുവെക്കുക, അവർ വില എടുക്കുക. ഞങ്ങളിവിടെ ക്യാഷ്, ഞങ്ങളുടെ ഗൂഗിൾ പേയിലോ ബാങ്ക് അക്കൗണ്ടിലോ ക്യാഷ് ബോക്സിൽ വരുന്ന പൈസ എത്രയെന്ന് നോക്കും. ഐറ്റം വിറ്റതിൻ്റെ ബൈറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് ബാലൻസ് പൈസ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സിസ്റ്റം. അപ്പോൾ സിസ്റ്റമായി വരുന്നതേ ഉള്ളൂ. കൊച്ചമ്മയെ സംബന്ധിച്ച് കൊച്ചമ്മ KCBയിൽ റിട്ടയർഡ് ചെയ്ത ആളാണോ എന്ന്. പക്ഷേ കൊച്ചമ്മ 80 വയസ്സുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു 60 വയസ്സുള്ള ആൾക്കാരല്ലേ 50 വയസ്സുള്ള ആൾക്കാരെക്കാൾ ആക്റ്റീവാണ്. അപ്പോൾ നാട് തന്നെ 80 വയസ്സിൽ ഇത് കൊച്ചമ്മ ചിന്തിക്കുന്നു പറയുന്നത് എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുന്നത് ഒരു മോഡലാണ്. അത് കൊച്ചമ്മ തന്നെ ഒരു മോഡലാണ്. ഇങ്ങനെ പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് തന്നെ പറ്റാപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചമ്മ ഞാൻ മൊണാസ്ട്രിയിലാണ്, അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞു അതല്ലേ നടത്തണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ അത് നമ്മളത് കൊച്ചമ്മ പറയുന്ന വലിയൊരു കാര്യമാണ്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നടത്തണം. പക്ഷെ അതിങ്ങനെ ഒരു വലിയൊരു സംഭവമായി എന്ന് ഇപ്പം എന്നെ പലരും വിളിച്ച് വിജയിച്ചാൽ പറയണം ഞങ്ങൾക്ക് അവിടെ തുടങ്ങാൻ ഇവിടെ തുടങ്ങാൻ. ആൾക്കാർ അങ്ങനെ ചിന്തിക്കാനും തുടങ്ങി. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആക്ച്വലി ചിന്തിക്കുന്ന ഇതെല്ലാം നമ്മുടെ സാധനമാണ്, ഇതാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടോ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് പ്രോപ്പറായിട്ട് ആരും അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് പോകത്തുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പം ഞങ്ങൾ ഫോട്ടോയിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ബോധേടുമല്ല. സംരംഭത്തിന്റെ പേര് കൃഷിയിടം. എന്താണ് അങ്ങനെ ഒരു പേര്? അങ്ങനെ ഒരു പേര് കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവെക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെല്ലാം കൃഷിക്കാരുമാണ്. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും വീട്ടമ്മമാരെ പ്രോത്സാഹിപ്പിക്കാനും. കൂടുതലും വീട്ടമ്മമാരാണ് അത് ഈ പങ്കാളികൾ ബിസിനസ്. അതെ, അവരാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഈ ആളില്ലാത്ത കട അങ്ങനെ ഒരു ആശയം എന്തുകൊണ്ടാണ്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എടുത്തത്? ആളില്ലാത്ത കട മതി, അതുകൊണ്ടുള്ള ലാഭമൊക്കെ മതിയെന്ന് വെച്ചിട്ട് ആർക്കേലും അല്ലാതെ ഒരു തോന്നൽ വന്ന് എടുത്തോണ്ട് പോട്ടെ, ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചില്ല. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ വരുമാനം വന്നത് എത്ര രൂപയാണ്? അത് ഞങ്ങൾക്ക് 3000 രൂപ കിട്ടി ഇന്നലെ. അതാണ് കൂടുതലും. അതിൽ കൂടുതൽ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. ഇന്ന് ബാലൻസ് ഉണ്ടായിരുന്നതാണ്. കണ്ട് ഇപ്പം കേക്ക് ഉണ്ട്. ഇത് കേക്ക്, പിന്നെ ഇത് പിന്നെ വാഴയ്ക്ക ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലെ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി, കോഴിക്കട്ട, അവല് വിളയിച്ചത്. അപ്പം ഇന്നലെ ഞങ്ങൾ ദോശ വെച്ചു, പക്ഷേ ദോശ ഇന്നലെ പോയില്ല. അപ്പോൾ ഏത് ഐറ്റമാണ് പോകുന്നതെന്ന് അത് നോക്കി നമ്മൾ ഇവിടെയുള്ള വീട്ടിലുള്ള ആൾക്കാർ അതാത് ഫുഡ് കൊണ്ടുവെക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പോകണം, ഇഡ്ഡലി ചെയ്യും. ഇപ്പോൾ ചപ്പാത്തി പോകുന്നുണ്ട്, അവലുള്ള വെച്ച് കോഴിക്കട്ട് പോകുന്നുണ്ട്, നൂഡിൽസ് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉപ്പുമാങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഉപ്പുമാങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അച്ചാർ. ഇതൊരു ജാമാണ്, ഓർഗാനിക് ബനാന ജാമുണ്ട്. ഇതിനകത്ത് ഇവിടെ ഉണ്ട് ഉപ്പുമാങ്ങ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ ഹോംലി ആയിട്ടുള്ള എന്ത് സാധനങ്ങളും നമുക്ക് ഇതിനകത്തുകൊണ്ട് വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ തൈര് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാവിലെ പാലുണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എന്ത് സാധനവും നമുക്കിവിടെ വീടുകൾ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു ബ്രാൻഡ് ട്രേഡ് ചെയ്യാനോ ഫുഡ് ഐറ്റം അല്ല. ഇവിടെ വീടുകളിലുള്ള ആൾക്കാർ ആ ഫുഡ് ഹോംലി ഫുഡ് മാത്രം, അത് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ ഈ കൃഷിയിടം എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടായി ഇതോടെ ഒരു സംരംഭമായിട്ട് ആരംഭിച്ച് കഴിഞ്ഞപ്പം ആരും വിചാരിച്ചില്ല ഇത് ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും ഒരു ഭംഗിയായിട്ട് വിജയിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ, പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട് ആണെങ്കിലും എല്ലാവരും രാവിലെ ഉണ്ടാക്കുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അത് എക്സസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും. ചിലരുടെ വീട്ടിൽ രാവിലെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റാകും. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ രാവിലെ വെച്ചപ്പം ഈ റോകളെല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ എല്ലാവരും വന്ന് എടുത്തിട്ട് പോയി. ഇപ്പം ഏകദേശം റോ എല്ലാം കാലിയായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത് കൂടുതലും വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കുന്നത്. അപ്പം ഇനിയും നല്ലൊരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ പറയുക തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏറെ കൗതുകമായി മാറിയിരിക്കുകയാണ് ഈ തോട്ടയ്ക്കാടുള്ള ആളില്ലാ കട. നാട്ടിലെ ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ട് വിപണനം നടത്തുകയാണ്. അതോടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം കൂടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.